Dear students, ഇനി നമുക്ക് വോളിമെട്രിക് സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. സോ വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം. സോ നമുക്ക് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താണ്, ലാറ്ററൽ സ്ട്രെയിൻ എന്താണെന്നൊക്കെ അല്ലേ. അതേപോലെ when the member is subjected to stresses, it will undergo deformation in all the three directions. Okay, അപ്പോൾ എന്ത് സംഭവിക്കും, there will be change in breadth, change in length and change in thickness. So ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ there is a change in volume. So we can write that the change in volume to original volume as equal to epsilon v. Epsilon v എന്ന് പറയുന്നതാണ് volumetric strain. Okay, so volumetric strain is the sum of strains in three mutually perpendicular directions എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരും. Okay, so you have to prove that the volumetric strain is the sum of strains in three mutually perpendicular directions. That is, if x, y and z are the directions taken, then strain in x direction is epsilon x, strain in y direction is epsilon y, and strain in z direction is epsilon z. Therefore, volumetric strain epsilon v will be equal to the sum of the strains in x, y and z directions. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. So we need to prove that. അതിന് നമ്മളൊരു എക്സാമ്പിൾ എടുക്കണം. So you can consider a bar of length L, capital L, breadth B, okay, and depth D. So as shown in the figure, you can consider this and take x as the direction of length and z as the direction of breadth and y as the direction of thickness. In that case, volume of this element will be equal to capital V equal to L into B into D. Okay, now since volume is a function of L, B and D, we can write delta V. Delta V is another differential of Vn. That change in volume can be written as delta V. So delta V can be written as delta L into BD plus L into delta B into D plus LB into delta D. നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 3 കോമ്പണൻ്റ് ഉണ്ട് നമ്മുടെ വോളിയത്തിൻ്റെ അകത്ത്. സോ ഇതിനെ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അതായത് ഫസ്റ്റ് എലിമെൻറ്റ് ഡിഫറൻഷ്യൽ ഇൻറ്റു സെക്കൻഡ് ആൻഡ് തേർഡ് എലിമെൻറ്റ് പ്ലസ് സെക്കൻഡ് എലിമെൻറ്റ് ഇൻറ്റു ഫസ്റ്റ് എലിമെൻറ്റ് ഇൻറ്റു സെക്കൻഡ് എലിമെൻറ്റിൻ്റെ ഡിഫറൻഷ്യൽ ഇൻറ്റു തേർഡ് എലിമെൻറ്റ് പ്ലസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലിമെൻറ്റ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് തേർഡ് എലിമെൻറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഡെൽറ്റ വിനെ നമ്മൾ വി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ സെയിം സാധനം തന്നെ ചെയ്യണം, ഓപ്പറേഷൻ തന്നെ ചെയ്യണം. സോ ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ വോളിയം, സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ വോളിയം ആൻഡ് തേർഡ് ടേം ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ് എഴുതിയിരിക്കുന്നത്. നൗ യു ക്യാൻ റീഅറേഞ്ച് ദ ടേംസ്. ഓക്കെ, ഇതിൽ നോക്കുക. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ബൈ വി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇൻ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ വരിക, ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ബി ഡി ബൈ ബി ഡി. ബി ഡി ക്യാൻസലായി പോകൂടെ. അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് കിട്ടും. അതേപോലെ സെക്കൻഡ് ടേമിൽ നമുക്ക് ഡെൽറ്റ ബി ബൈ ബി എന്ന് കിട്ടും. തേർഡ് ടേമിൽ ഡെൽറ്റ ഡി ബൈ ഡി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷനാണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എപ്സിലോൺ എക്സ്. ഇനി ഡെൽറ്റ ബി ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെയിൻ ഇൻ ഇസഡ് ഡയറക്ഷനാണ്. സോ ഇറ്റ് ഈസ് എപ്സിലോൺ ഇസഡ്. സിമിലർലി delta d by d is the strain in y direction. So that can be written as epsilon y. So we can write delta v by v is the volumetric strain, that is epsilon v is equal to sum of epsilon x plus epsilon y plus epsilon z. Okay, ഇനി നമ്മൾ കുറച്ചു മുമ്പ് വേറൊരു കാര്യം പഠിച്ചായിരുന്നു. ടോട്ടൽ സ്ട്രെയിൻ along x direction in 3 dimension will be equal to sigma x by e minus mu into sigma y by e minus mu into sigma z by e എന്ന് പറഞ്ഞു. അതായത് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ സ്ട്രെയിൻ ആണെങ്കിൽ അത് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ സ്ട്രെസ് ആണെങ്കിൽ അത് എക്സ് ഡയറക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് ഫസ്റ്റ് കോമ്പോണൻറ്റ്. ഓക്കെ, ഇനി സിഗ്മ വൈയും സിഗ്മ ഇസഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാറ്ററൽ സ്ട്രെയിൻസ് ഇൻ ദി എക്സ് ഡയറക്ഷനാണ് ഈ സെക്കൻഡ് ആൻഡ് തേർഡ് കോമ്പോണൻറ്റ്സ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, സിമിലർലി ടോട്ടൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് longitudinal strain due to sigma y and lateral strains due to sigma x and sigma z. Similarly, we can say that total strain in the z direction, okay, that is epsilon z, will be equal to longitudinal strain due to sigma z and lateral strains due to sigma x and sigma y.
second and third term. Now we can see that epsilon x plus epsilon y plus epsilon z is equal to volumetric strain. Okay, നമ്മളത് മുകളിൽ എഴുതിയതാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ സം എടുക്കാൻ പോകണം. അതായത് എപ്സിലോൺ എക്സും എപ്സിലോൺ വൈയും എപ്സിലോൺ ഇസഡും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോകണം. മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് എപ്സിലോൺ എക്സ് എപ്സിലോൺ വൈ ആൻഡ് എപ്സിലോൺ ഇസഡ് എന്താണെന്നുള്ളത്. ഓക്കെ, ആ ടേംസ് അതെ ഇവിടെ മുകളിലുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേന് എന്ത് കിട്ടും? ഒന്ന് നോക്കിയേ, എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ പ്ലസ് എപ്സിലോൺ ഇസഡ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേംസ് ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേംസിലെ ഫസ്റ്റ് ടേംസ് എടുക്കുക. അതായത് സിഗ്മ എക്സ് ബൈ ഇ പ്ലസ് സിഗ്മ വൈ ബൈ ഇ പ്ലസ് സിഗ്മ ഇസഡ് ബൈ ഇ. സോ 1 by e is taken outside and we can write sigma x plus sigma y plus sigma z. Okay, now you consider second and third term. Okay, second terms എല്ലാം കൂടെ കൺസിഡർ ചെയ്യൂ. സെക്കൻഡ് ടേം കൺസിഡർ ചെയ്യുമ്പോൾ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ വൈ പ്ലസ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ എക്സ് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി അടുത്ത തേർഡ് ടേം എടുക്കുമ്പോഴത്തേനും മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ ഇസഡ് പ്ലസ് സിഗ്മ ഇസഡ് പ്ലസ് സിഗ്മ വൈ. അപ്പോൾ എന്താ സംഭവിച്ചേ? മൈനസ് മ്യൂ ഇൻറ്റു 2 times സിഗ്മ എക്സ് പ്ലസ് sigma y plus sigma z divided by capital E എന്നാണ് കിട്ടിയത്. So this can be rearranged and written as 1 by e into sigma x plus sigma y plus sigma z minus 2 mu by e into sigma x plus sigma y plus sigma z എന്നാണ് കിട്ടും. ഇനി ബ്രാക്കറ്റിലുള്ള ടേം സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ ഇസഡ് കോമൺ ആയിട്ട് എടുത്തു. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 minus 2 mu by e. So finally we will get volumetric strain epsilon b as equal to 1 minus 2 mu by e into sigma x plus sigma y plus sigma z. സോ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് നമുക്കൊരു ബോഡി ഉണ്ടായിരുന്നു, 3 dimensional ബോഡി നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. ഓക്കെ, ഒരു ചെറിയ ബാർ, അതിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് ഡെപ്ത് ഒക്കെ കൺസിഡർ ചെയ്തു. സോ വോളിയം ക്യാൻ ബി റിട്ടൺ ആസ് എൽ ബി ഡി. നൗ ചേഞ്ച് ഇൻ വോളിയം ക്യാൻ ബി ടേക്കൺ ഫ്രം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Okay, on differentiating this term v equal to LBD, we will get dv as equal to this term. Okay, now dividing the entire term by v, we will get it as delta v by v as equal to epsilon v, and this epsilon v can be written as sum of epsilon x plus epsilon z plus epsilon y. Again, finding the values of epsilon x, epsilon y and epsilon z. Okay, so epsilon x is a total strain along the x direction, which can be written as strain, longitudinal strain in x direction plus lateral strain in y direction plus lateral strain in z direction. So in the similar way you can write epsilon y and epsilon z, and on substituting these values in the above equation of epsilon v equal to epsilon x plus epsilon y plus epsilon z, we'll finally get this value. Okay, epsilon v equal to 1 minus 2 mu by e into sigma x plus sigma y plus sigma z. So I hope you all understood it. Okay, now the next term is bulk modulus, which is written by capital K, and capital K is the ratio of stress by volumetric strain. What is volumetric strain? Epsilon v. And what is stress? Sigma. Okay, so bulk modulus is the ratio of longitudinal or linear stress sigma by volumetric strain. Okay.